നമുക്കെല്ലാവർക്കും ഒരു കുടുംബത്തെ സഹായിച്ചാലോ? പ്രിയപ്പെട്ടവരെ, കൊച്ചുവാണ്. മാസം 16,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മാസം 5,000 രൂപ ആ ശമ്പളത്തിൽ നിന്ന് ലോണിലേക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു വ്യക്തി 2021 മുതൽ വലിയൊരു പ്രയാസത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ 19 വയസ്സുള്ള മകള് IBD എന്ന ഒരു അസുഖം ബാധിച്ച് വലിയ പ്രയാസത്തിലാണുള്ളത്. വൻകുടലിനും ചെറുകുടലിനും ഹോൾസ് വരുന്ന ഒരു അസുഖമാണ്. ഇപ്പോൾ നിലവിൽ മലം വരുന്ന വൻകുടലിൻ്റെ ഭാഗം ബ്ലോക്കായ ഭാഗം കട്ട് ചെയ്ത് കളയുന്ന ഒരു സർജറിക്ക് വിധേയമായിട്ടുണ്ട് ആ കുട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഈ ഒരു സർജറിക്ക് തന്നെ ഏകദേശം 25,000 എമൗണ്ട് വന്നിട്ടുണ്ട്. വലിയ പ്രയാസത്തിലാണ് കുടുംബം ഉള്ളത്. ആ കുട്ടീൻ്റെ അമ്മ എന്നെ വിളിച്ച് പറയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യം. ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിൽ കണ്ട വലിയൊരു നന്മ, ഇത്രയും വലിയൊരു പ്രയാസത്തിൽ നിന്നിട്ടും അദ്ദേഹം സഹായം നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ നമ്മൾ സഹായിക്കാനേ വേണം. കാരണം അർഹതപ്പെട്ട ഒരാളാണ്. എന്താ പറയുക, കിട്ടുന്നതൊക്കെ പോന്നോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളല്ല. അപ്പോൾ വലിയൊരു പ്രയാസത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം മാത്രമാണ് ആ കുടുംബത്തിൻ്റെ ഒരു അത്താണി. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കൊണ്ടൊക്കെ പറ്റാവുന്ന ഒരു സഹായം, ഞാൻ എൻ്റെ നമ്പർ തരാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിമാനം അത് സംരക്ഷിക്കപ്പെടേണ്ടതന്നെയല്ലേ, നമ്മളൊക്കെ പോലെ തന്നെ. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്, അത് എന്തായാലും 1 രൂപ മുതൽ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മക്ക് കഴിയുന്ന എന്ത് സഹായം, അത് നിങ്ങൾക്ക് ഇനി മാസം നൽകാൻ പറ്റുന്ന എന്തെങ്കിലും സഹായമാണെങ്കിൽ, സാമ്പത്തികമായിട്ടാണെങ്കിൽ, ഇനിയിപ്പോൾ ഈ സർജറി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം തെറ്റില്ലാത്തൊരു എമൗണ്ട് ഒരു 6 മാസത്തിന് കാണേണ്ടതായിട്ടുണ്ട്. വലിയൊരു പ്രയാസമാണ്. ഈ അച്ഛന് മറ്റു 2 കുട്ടികൾ കൂടിയുണ്ട്. 16 വയസ്സുള്ള 2 കുട്ടികൾ കൂടിയുണ്ട്. ഇരട്ട കുട്ടികളാണ്. പഠിക്കാനൊക്കെ മെഡിക്കലായിട്ടുള്ള കുട്ടികളാണ്. ഈ ഒരു സർജറിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ച് ഇങ്ങനെ പ്രയാസം പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ആ വരുന്ന വരവിൽ അദ്ദേഹം 20,000 രൂപ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രമേൽ പ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം, നിങ്ങൾ എൻ്റെ നമ്പർ 9037212738 ഈ നമ്പറിലോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവരുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാം. QR കോഡോ UPI ID എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യം പോലെ തരാം. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന, തട്ടിമാറ്റി പോകരുത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറേ കാലമായിട്ടൊരു ജോലി വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു കുട്ടിൻ്റെ അസുഖം കാരണം ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വരുമാനം കൂടി ആ കുടുംബത്തിന് ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, അത് എത്ര ചെറുതായാലും, അതുപോലെ തന്നെ ഇനി സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ആളുകളിലേക്ക് എത്തിക്കുക. അത്രയും അർഹതപ്പെട്ടൊരു കുടുംബമാണ്. എനിക്ക് നേരിട്ടറിയാവുന്നൊരു കുടുംബമാണ്. 2 മാസം കൂടുമ്പോൾ 20,000 രൂപയുടെ ഇഞ്ചക്ഷൻ വരെ ചെയ്ത സമയമുണ്ട്. അങ്ങനെ 4 ഇഞ്ചക്ഷൻ ചെയ്തു ഈ കുട്ടിക്ക്. അപ്പോൾ തന്നെ നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി എത്രത്തോളം എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും നമ്മൾ ആ കുഞ്ഞു പെങ്ങളെ നമ്മൾ ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ശ്രമം, അതിനാണ് ഈ വീഡിയോ. ഓക്കെ, എന്ത് സഹായമാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് നൽകാം. എൻ്റെ അക്കൗണ്ടിലേക്കോ മറ്റോ അയക്കേണ്ടതില്ല. അവരുടെ ഗൂഗിൾ പേ, ബാങ്ക് അക്കൗണ്ട്, QR കോഡ്, UPI ID എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരാം. അർഹതപ്പെട്ടൊരു കുടുംബമാണ്. നിങ്ങൾ കഴിയാവുന്നവരിലേക്ക്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ സഹായിക്കാൻ മനസ്സുള്ള ആളുകളുണ്ടാവും, അവരിലേക്ക് എത്തിക്കുക. ദയവ് ചെയ്തിട്ട് ഈ കുടുംബത്തെ കൈ ഉയർത്തിരുന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്.